എൻ്റെ പേര് സുധ, വീട് കോങ്ങാട് കേരളശ്ശേരിയാണ്. ഞാൻ എൻ്റെ മോളുടെ കുട്ടിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഒരു മാസം മുന്നേ ഈ കുട്ടിയുടെ ചെവിയിൽ ചെള്ള് വിട്ടു. ചെള്ള് പെട്ടത് എനിക്കത് അറിയില്ലായിരുന്നു, ചെള്ളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്കൂൾ വിട്ട് 4 മണിക്ക് വന്നപ്പോൾ അവൻ പറയുന്നു, അമ്മമ്മ എനിക്ക് എൻ്റെ ചെവി വേദനിച്ചിട്ട് വയ്യ, എന്താണെന്നറിയില്ല, കുട്ടികളൊക്കെ എൻ്റെ ചെവിയുടെ ഉള്ളിൽ എന്തൊക്കെ കണ്ടു എന്നാണ് അവൻ പറയുന്നത്. അപ്പം എനിക്ക് കണ്ണ് കാണില്ല, ഞാൻ നോക്കി. അപ്പോൾ ഇവിടുന്ന് വെഞ്ചരിച്ച എണ്ണ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ആ കുപ്പിയിലത്തെ എണ്ണ എൻ്റെ ചെവിയിൽ ഒഴിച്ചു വെച്ചു. കുട്ടികളാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഇത് എന്തായാലും ചെവിയുടെ ഉള്ളിൽ എന്ത് പെട്ടിട്ടുണ്ടെങ്കിലും ഈ എണ്ണ ഒഴിച്ചാൽ പൊക്കോളും എന്നും പറഞ്ഞിട്ട് ഞാൻ ആ എണ്ണ ഒഴിച്ചു വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ മോള് പറയുകയുണ്ടായി, ഇവൻ ചെവി വേദനിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെറിയ മോൾ അവൻ്റെ ചെവി തുറന്നു നോക്കി. ഫോണിൽ ലൈറ്റൊക്കെ അടിച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ചെവിയുടെ ഉള്ളിൽ ചെള്ള് 2-3 ചെള്ള് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ചെള്ള് ഒട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒരു സൂചി, ഇവൻ ചെവി തൊടാൻ സമ്മതിക്കില്ല. എനിക്ക് ചെവി വേദനിച്ചിട്ട് വയ്യ, ചെവി വേദനിച്ചിട്ട് വയ്യ പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ. ഞങ്ങളെ ആരും ചെവി തൊടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ എൻ്റെ ചെറിയ മോള് 2 അടി കൊടുത്തു. അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ദേഷ്യത്തോടെ ആ പിന്നെടുത്ത് ചെവിയുടെ ഉള്ളിൽ തോണ്ടി നോക്കുമ്പോൾ ഓടി നടക്കുന്ന ചെള്ള്. ഞങ്ങൾ മുറ്റത്ത് നോക്കുമ്പോൾ ചെള്ളുണ്ട്, ഓടി നടക്കണം. യേശുവേ നന്ദി. ആ കുഞ്ഞ് ഒരുപാട്. അപ്പം ഞാനെന്ത് പറഞ്ഞു, ഈ വെഞ്ചരിച്ച എണ്ണ തേച്ചതല്ലേ, നമുക്ക് ഡോക്ടറേത്തൊന്നും പോകണ്ട, ഇവിടുന്ന് കൊണ്ടുപോയ എണ്ണയാണ് തേച്ചത്. അപ്പോൾ ചെവി വേദന എന്തായാലും വിട്ടുപോകാതിരിക്കില്ല. കാരണം ഇത് ചെള്ളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അമ്മമ്മ പാലക്കാട് പോയിട്ട് എന്തായാലും സാക്ഷ്യം പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുകളെ ഉയർത്തും, എൻ്റെ രക്ഷനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിക്ക 7:7. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടു, ചെവിയിലുണ്ടായ ചെള്ളെടുത്ത് കളഞ്ഞു. ഹല്ലേലൂയ.